ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ബാക്ക് യാർഡിലത്തെ ഗാർഡനിൽ നിന്ന് പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി എടുക്കുന്നതാണ് കാണിക്കുന്നുണ്ട്. പച്ചക്കറി അല്ല, ശരിക്കും സ്പ്രിംഗ് ഒണിയൻ കുറേ ആയിട്ടുണ്ട്. അപ്പം കുറച്ചെടുത്ത് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ നാളെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് തോരനോ അല്ലെങ്കിൽ മെഴുക്ക് അങ്ങനെ എന്തെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വെട്ടി ഒതുക്കുകയാണ്. നമ്മൾ കുറച്ച് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളുടെ ഗാർഡൻ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഗാർഡൻ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ സൈഡിൽ കുറച്ച് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആ ലൈനിൽ നേരെ അറ്റത്തേക്കും അങ്ങോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള ഇത്തിരി ഹൈറ്റ് ആവുന്ന ചെടിയാണ് ഇത്. നമ്മൾ താഴെ ഒന്നും നട്ടിട്ടില്ല, എല്ലാം ഈ സൈഡിലെല്ലാം പോട്ടിനകത്ത് നട്ടേക്കുന്നത്. പിന്നെ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ എന്താ പറയുക റോസസ് ഉണ്ട്. റോസസ് അല്ലേ, നോക്കി ഒരുമിച്ച് കുറേ റോസസ്. ഇത് വൈറ്റോ യെല്ലോ ആണ്, വൈറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വൈറ്റ് റോസ് അതിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ യെല്ലോ റോസസ്, ചുമന്ന 4 കളർ റോസസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, സ്ട്രോബെറി, പിന്നെ വേറെന്തോ ചെടി നട്ടിട്ടുണ്ട്. അതിൻ്റെ അതൊന്നും വന്നിട്ടില്ല, ബീൻസാണ്. പക്ഷെ അത് ഇത്തിരി സ്ലോ ആണ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞ വിൻ്റർ വന്നപ്പോഴത്തേക്കും പ്രൂൺ ചെയ്ത് വിട്ടതാണ്. ഇത് നമ്മളുടെ കറിവേപ്പില. ക്യാപ്സിക്കം നട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടോ, അത് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ ട്രീ ഉണ്ട്. ഇത് റെഡ് ഡെലീഷ്യസ്, അത് റോയൽ ഗാല. അപ്പോൾ ഇത് രണ്ടും കൂടി മാച്ചാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ നടന്നിട്ട് അത് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിപ്പം പേരറിയില്ല. ഇതൊക്കെ നമ്മൾ കുറച്ചാൾ മുന്നേ കൊണ്ടൊന്ന് നട്ടതാണ്. അത് ഭൂമിയിലേക്ക് നട്ടു. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് 3 ഞാനും ബേബിക്കും കൂടി പോയിട്ട്. അതെ, അപ്പോൾ ഇനി അത് അതിൻ്റെ അകത്തേക്ക് നടണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഒരു മാൻഡറിൻ കേട്ടോ. അപ്പോൾ വിൻ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇലയെല്ലാം ചുരുണ്ട് കണ്ടോ ഇതിൻ്റെ അകത്തേക്ക് വീണായിരുന്നേ. അപ്പോൾ പുതിയ ഇലകൾ വരുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ചുമന്ന ചീര നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു കറിവേപ്പിലാണ്, കറിവേപ്പില ചെടി. അത് നമ്മളും പ്രൂൺ ചെയ്ത് വിട്ടതാണ്. പക്ഷേ ഇതുവരെ ഇലയൊന്നും വന്നിട്ടില്ല, പറ്റുമായിരിക്കും വിചാരിക്കാം ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഈ കാണുന്നുണ്ടോ, ഇത് ഒരു സ്പിനാഷാണ്. നമ്മൾ പച്ച കഴിക്കാൻ വേണ്ടി പറ്റുന്ന സ്പിനാഷാണ് ഇത് കേട്ടോ. പക്ഷെ നമ്മളത് കഴിക്കാറില്ല, കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, സ്നെയിലിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നെയിലൊക്കെ ചിലപ്പോൾ വന്നിരുന്ന് പോയതായിരിക്കും. വീണ്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ബീൻസിൻ്റെ ചെടിയാണ്. നമ്മൾ ആൽഡിയിൽ നിന്ന് കുരു വാങ്ങിച്ചതാണ്. അപ്പം സീഡ് ഇട്ടിട്ട് മുളപ്പിച്ച് അതങ്ങനെ ആക്കിയതാണ്. പക്ഷേ പൂ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷേ ക്രോപ്സ് ഒന്നും കണ്ടില്ല ഇതുവരെ. പിന്നെ ഇത് ഇമലീഷപ്പയർ, അതിൻ്റെ ചെടികളെന്തോ കരിഞ്ഞ പോലത്തെ ഉണങ്ങിപ്പോട്ടോ കുറേയൊക്കെ, എന്താണെന്നറിയില്ല. ഓക്കെ, അതിൻ്റെ കാലം കഴിഞ്ഞു. നമ്മൾ കുറേ വിളവെടുത്തായിരുന്നു കേട്ടോ ഈ ഇമലീഷപ്പയർ. ഇഷ്ടംപോലെ നമ്മൾ തോരൻ വെച്ചായിരുന്നേ. പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് അണിയൻ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അത് ഞാൻ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഈ ഏരിയയിൽ ഫുള്ള് മിൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മിൻറ്റിൻ്റെ ശല്യം കാരണം, അതായത് നിറഞ്ഞു പോയി മിൻറ്റ്. അപ്പോൾ മിൻറ്റ് അത്രയും കൂടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മിൻറ്റ് ആ ഏരിയയിൽ ഫുള്ള് പറിച്ച് കളഞ്ഞിട്ട്, ഞാൻ അവിടെ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന പഴയ ഉരുളക്കിഴങ്ങ് നട്ടോ. ഉരുളക്കിഴങ്ങ് നട്ടിട്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായി വന്നേക്കുക, ചുമ്മാ ഒരു രസം. അതുപോലെ തന്നെ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ബൗള് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. നാളെ ഉച്ചക്കത്തേക്ക് എൻ്റെ ഇഷ്ടം പോലെ. അപ്പോൾ അത് തോരനാക്കുക. പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ചീരയാണ്. ഇത് നമ്മൾ കറി തോരൻ വെക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇടാറുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ബീട്രൂട്ട്. ഇതുണ്ടോ, ഈ ബീട്രൂട്ടിൻ്റെ എല്ലാം എടുത്തിട്ട് നമ്മൾ കറി വെക്കാറുണ്ട്. ബീട്രൂട്ട് നമ്മൾ എടുക്കാറില്ല, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെകഞ്ഞ് നോക്കിയിട്ടില്ല ബീട്രൂട്ടിൻ്റെ സൈസ് എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ അതിൻ്റെ എല്ലാം നമ്മൾ എപ്പോഴും എടുത്തിട്ട് തോരൻ വെക്കാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, മിൻറ്റിൻ്റെ അവസ്ഥ. നമ്മൾ ചെറിയ 2 കഷ്ണം കൊണ്ടുവന്ന് ഇവിടെ അവിടെ ആയിട്ട് നട്ടാട്ടോ. പക്ഷേ ഇതുപോലെ കാട് പോലെ വൈൽഡായിട്ട് വരുന്ന സാധനമാണ് ഈ മിൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിക്ക് മേൽഭാഗം ഞാൻ ക്ലിയർ ആക്കും. എന്നിട്ട് അവിടെ വേറെ എന്തെങ്കിലും നടാന്ന് വിചാരിക്കുന്നുണ്ടോ. കാര്യം നമ്മൾ ഇത്രയും മിൻറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ. പിന്നെ വീണ്ടും സ്പ്രിംഗ് അണിയൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പച്ചക്കറി കേട്ടോ. ഇനിയും നടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ട് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിവൈസ് കണക്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ആ ഡിവൈസ് ഇന്ന ടൈം ആകുമ്പോഴത്തേക്കും തന്നെ വെള്ളം പമ്പ് ചെയ്ത് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഞാൻ ശരിക്കും ചെയ്തിരിക്കുന്നത് 8 മണിക്കൂർ കൂടുമ്പോൾ 5 മിനിറ്റ് നനക്കുക എന്നുള്ളത്. അതായത് ഒരു ദിവസം 24 മണിക്കൂറിനകത്ത് 3 പ്രാവശ്യം കംപ്ലീറ്റ് നനക്കും. ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഫുള്ള് നനക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഡിവൈസ് ബണ്ണിങ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പരിചയപ്പെടുത്താം.
ഫ്രണ്ട്സ് ഇതാട്ടോ ആ ഒരു ഡിവൈസ്. ഇതിൻ്റെ ബണ്ണിങ്സിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു അത് $60 $65 എന്താണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. അപ്പോൾ നമ്മൾ ടാപ്പിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പല ടൈം സെറ്റ് ചെയ്യാം, എത്ര മണിക്കൂർ കൂടുമ്പോൾ എന്തോരം ടൈം വെള്ളം ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ 8 മണിക്കൂർ 8 hours, എത്ര മിനിറ്റ് പമ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ 5 മിനിറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അതായത് 24 മണിക്കൂറിൽ 5 മിനിറ്റ് വെച്ച് 3 പ്രാവശ്യം പമ്പ് ചെയ്യും. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം എല്ലായിടത്തേക്കും കിട്ടുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ആപ്പിൾ ട്രീസും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് അധികം നമ്മൾ സ്പ്രിംഗ്ലർ റോസ് അങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ കൂടുതലായിട്ട് വെള്ളം കിട്ടും. ബാക്കി ചെറിയ ചെടികൾക്കെല്ലാം കുറച്ച് മതിയല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.